വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് തിരികെ എത്തുമ്പോൾ ശിവൻ അവിടെയുണ്ട്. ഇങ്ങനെ ശിവൻ അകത്ത് ഇങ്ങനെ ഹാളിൽ നിൽക്കുന്നതാണ്. അന്നേരം ശാലിനി കയറി വരുമ്പോൾ ശിവനെ കാണുന്നുണ്ട്. ആ ഒരു ദേഷ്യം ശാലിനി ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ നിൽക്കാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി എന്നെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങളിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കതിൽ എതിർപ്പ് ഒന്നുമില്ല. പക്ഷെ ഞാൻ തിരികെ എത്തുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് കഴിവതും ശ്രമിക്കുക. അത്രയെങ്കിലും കാരുണ്യം എന്നോട് കാണിക്കുക പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കൈകൂപ്പി ഒരു അപേക്ഷ എന്ന പോലെ തന്നെ, പക്ഷേ ദേഷ്യത്തോടെയാണ് ശിവനോട് പറയുമ്പോൾ ശിവ ഒരക്ഷരം മിണ്ടാതെ ഈ ശാലിനി പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ശാലിനി തിരിച്ചൊന്നും പറയുന്നില്ല. ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ ശിവൻ്റെ താമസ സ്ഥലത്തേക്ക് ശിവൻ എവിടെയാണ് താമസിക്കുന്നത്, ഒരു ലോഡ്ജിലാണെന്നാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഫാമയുടെ ഔട്ട്ഹൗസിൽ എവിടെയാണോ എന്ന് കാണിക്കുന്നില്ല. ആ ഒരു റൂമാണ് കാണിക്കുന്നത്. അവിടേക്ക് ഡെയ്സി എത്തുന്നുണ്ട്. ശിവനിങ്ങനെ വാതിൽ തുറന്നു വരുമ്പോൾ ഡെയ്സി അതിനകത്ത് ഇരിപ്പുണ്ട്. അന്നേരം ഡെയ്സിയെ കണ്ടിട്ട് ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ വന്ന എന്തിനാണെന്നുള്ളതൊക്കെ. അതിനുശേഷം ഡെയ്സി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നിങ്ങനെ ഡെയ്സി പറയുകയാണ്. അന്നേരം എന്തിന് എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ ഭർത്താവ് എവിടെയാണോ താമസിക്കുന്നത് അവിടെയല്ലേ ഭാര്യയും താമസിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ശിവൻ ഒരു മറുപടിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ രണ്ട് സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ കഴിവതും ശിവനാണെങ്കിൽ ശാലിനിയുടെ മുന്നിൽ പെടാതെ ഒഴിഞ്ഞ് നടക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ രാഘവൻ നായർ വിഷ്ണു എന്ന് പറഞ്ഞാണല്ലോ ശിവനെ കൊണ്ട് നടക്കുന്നത്. ബാക്കി എല്ലാവരെയും രാഘവൻ നായർ തിരിച്ചറിയാം. പക്ഷേ ശിവനിൽ വിഷ്ണുവിനെ കണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇനി ഇങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ റസാക്ക് പറഞ്ഞതുപോലെ വിഷ്ണുവിൻ്റെ ആ ഒരു തിരോധാനത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന പോലെ ഒരു വഴി എന്തെങ്കിലുമൊക്കെ തെളിയുമായിരിക്കും. ഇപ്പോൾ രേഷ്മയുടെ കയ്യിൽ നിന്ന് അവർക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. പക്ഷേ രേഷ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അതിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.